നമ്മൾ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ വ്യക്തികളിലും ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടീസ് കൊണ്ട് ഗുണമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. ലോകത്തുള്ള ആൾക്കാരെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ഇന്ന് ഞാൻ ഇവിടെ തരംതിരിക്കാൻ പോകുന്നത് രണ്ട് രീതിയിലാണ്: ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ പീപ്പിൾ എന്നുള്ള രീതിയിൽ. ഇതിൽ ഇൻ്റലക്റ്റ് അഥവാ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തു അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇൻ്റർനെറ്റിലൂടെയും പുസ്തകങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളാണ്. നമ്മളൊരു റോസാപ്പൂ ആ വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ റോസാപ്പൂവിൻ്റെ കെമിക്കൽ ഫോർമുല, അതോടൊപ്പം തന്നെ രാസനാമം, അതിൻ്റെ ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആ പൂവിൻ്റെ സൗന്ദര്യത്തെ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല, അതിൻ്റെ ഗന്ധത്തെ അവർ ആസ്വദിക്കില്ല. നേരെ മറിച്ച് അതിനെ ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു എലിമെൻ്റായിട്ട് മാത്രമാണ് അവർ കരുതുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യം വളരെ കുറവായിരിക്കും. അവർ പ്രണയബന്ധത്തെ വെറും ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു തില്ലിയായിട്ടാണ് കാണുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻ്റലക്റ്റ്, ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. അത്തരം വ്യക്തികളെ നമുക്ക് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ തീവ്രമായിട്ട് യുക്തിവാദികൾ എന്നൊക്കെ വിളിക്കാം. അവരെന്തിനും, അതായത് ദൈവമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇല്ല എന്ന്. കാരണം അവർക്ക് ആവശ്യം പ്രൂഫാണ്. ഏതൊരു കാര്യത്തിനെയും പ്രൂഫ് എന്ന രീതിയിലാണ് വിശ്വസിക്കുന്നത്. അത്തരം വ്യക്തികൾക്ക് ഒരിക്കലും തന്നെ ലോ ഓഫ് അട്രാക്ഷന് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷന് ഒരു 100% സയൻറ്റിഫിക് പ്രൂഫ്, അത് ഏതൊരു കാര്യത്തിനും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റ് മൈൻഡ് പവർ കാര്യങ്ങളാവട്ടെ, 100% നമുക്ക് പ്രൂഫ് കൊടുക്കാൻ സാധിക്കില്ല. നമ്മളെ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെയും എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെ എടുക്കാം, ഇമോഷണൽ പീപ്പിൾ എന്നുള്ളതാണ്. ഇപ്പം അവരാണ് കൂടുതൽ ഇമോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതായത് കഥകൾ എഴുതുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഭയങ്കര ഇമോഷണലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ വ്യക്തികൾക്ക് എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് എന്ന് പറയാൻ കാരണം അവർ പെട്ടെന്ന് ബ്ലൈൻഡായിട്ട് വ്യക്തികളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും തന്നെ ലൈഫിൽ മുന്നേറാൻ സാധിക്കില്ല. അതായത് നമ്മളൊരു സ്വപ്നം വെക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് പോകണമെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ പീപ്പിൾ അല്ലെങ്കിൽ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആൾ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അതിന് ഇത്ര രൂപ എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. എന്നാൽ ഇമോഷണൽ പീപ്പിൾ അതങ്ങ് നടക്കും, അതിൽ തീവ്രമായി വിശ്വസിക്കും. അവരാണ് ഈ ഭക്തി, ഡിവോഷനും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന വ്യക്തികൾ. ഏതൊരു കാര്യത്തെയും അവർ പൂർണ്ണമായും വിശ്വസിക്കുകയും എല്ലാം തന്നെ ചെയ്യും. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിനും, ഈ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പീപ്പിൾ, പലപ്പോഴും അവരെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവർ പ്രവർത്തിക്കില്ല. കാരണം അവരൊരു ഇമാജിനേഷൻ ലോകത്താണ് ജീവിക്കുക. അത് കാരണം അവർക്കൊരു മാനിഫെസ്റ്റേഷനും നടക്കില്ല. കാരണം അവർ സ്വപ്നങ്ങൾ കാണുകയാണ്, പകൽക്കിനാവ് കാണുകയാണ് ചെയ്യുക. നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ടുള്ള പോയിന്റിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇമോഷനുണ്ട്, എന്നാൽ ഇൻ്റലക്റ്റും ഉണ്ട്, ബുദ്ധിയുണ്ട്, നമ്മളിൽ വികാരമുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ മാത്രമേ നമ്മൾ ലൈഫിൽ മുന്നേറാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബുദ്ധി കൊണ്ട് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ഇമോഷൻസ് ഉപയോഗിച്ചിട്ട് അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും വിശദമായ രീതിയിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്ന് കരുതുക. ഒരു വീടാണ്. ആ വീടിനെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇൻ്റലക്റ്റിനെ കൊണ്ടുവരിക, അതായത് ബുദ്ധി ഉപയോഗിക്കുക. ഈ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവും. എന്നിട്ട് അതിനെ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുക. അത് പ്ലാന് നിങ്ങളെ ജോലി, നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഇൻ്റലക്റ്റ്, അതായത് എപ്പോഴും നമ്മുടെ യുക്തിയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മളെ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതാണ് പലരും 100 കോടി അല്ലെങ്കിൽ 1 ബില്യൺ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പറയാറ്, എനിക്ക് എൻ്റെ ലക്ഷ്യം 1 ബില്യൺ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം നമ്മളെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളെ ഇൻ്റലക്റ്റിന് ഒരിക്കലും തന്നെ, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ സാധിക്കില്ല ഇത്രയും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് വെച്ച് മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, എൻ്റെ ലൈഫിൽ വെറും ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രം പോകുന്നത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ചില ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ചില വീഡിയോസിലോ നേരെ വിശ്വസിക്കൂ എന്നുള്ളതാണ് പറയുക. ഒരിക്കലും തന്നെ വിശ്വസിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡിന്, അതായത് നമ്മളെ എന്തൊരു കാര്യം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ
നോക്കിയിട്ട് നമ്മൾ പരിശോധിക്കില്ല. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളെയും നമുക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള നമ്മളെ യുക്തിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതാണ് ചിലർക്ക് ചെറിയ കാര്യങ്ങൾ നടക്കുന്നത്, വലിയ കാര്യങ്ങൾ നടക്കാത്തതും. കാരണം വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചിന്തിക്കും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് നടക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ. നമുക്ക് ഏതൊരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്കൊരു സ്കില്ല് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ യൂട്യൂബിൽ ഏകദേശം കുറേ വീഡിയോസ്, ഏകദേശം 400 വീഡിയോസിന് മുകളിൽ ഇട്ടു. എൻ്റെ ആദ്യത്തെ വീഡിയോ ഇപ്പോഴുള്ള വീഡിയോയും കാണുന്ന സമയത്ത് എത്രയോ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലാണ് ഞാൻ അവിടെ ഇമ്പ്രൂവ് ചെയ്തത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. നിങ്ങളെ ഒരു ഡ്രീം അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കില്ലും ഇമോഷൻസും പ്ലാനിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.